ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു മണി ബാങ്കാണ് ബോട്ടിൽ വെച്ചിട്ട്. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു വൈഡായിട്ടുള്ള ബോട്ടിലാണ് വേണ്ടത്. ഇവിടെ ഞാൻ ജ്യൂസ് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിക്കർ കളഞ്ഞിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് ഞാൻ മടിയേറ്റി കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ക്ലിയറുള്ള ഭാഗത്ത് നമുക്കൊരു ആർക്ക് വരയ്ക്കണം. ഞാൻ ഈ ഫെയറി ഹൗസ് പോലത്തെ സംഭവമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ആർക്ക് വരച്ചിട്ട് തുടങ്ങാം. ഇനി നമുക്ക് കുറച്ച് പേപ്പേഴ്സ് വേണം. അത് നമ്മൾ പെയിൻ്റ് അടിച്ചാൽ ഈ ബോട്ടിൽ മേലേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിന് പേപ്പർ ഒട്ടിച്ചിട്ട് അത് അതിൻ്റെ മേലെ കൂടെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേപ്പർ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് തീരെ ഫ്ലെക്സിബിൾ ആവില്ല. ഈ ബോട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേർവ്സൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിങ്ങനെ മടങ്ങി പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കങ്ങനെ ഈ വെള്ളത്തിൽ കുറച്ച് ഷീറ്റ് മുക്കിയിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് നമുക്കൊരു ഡോർ ഫ്രെയിം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഫെയറി ഹൗസ് പോലത്തെ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡോർ ഫ്രെയിം വേണം. അതിന് ഞാനൊരു കട്ടിയുള്ളൊരു ഷീറ്റ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇനി അത് നമുക്ക് അതേപോലെ ഈ വിൻഡോൻ്റെ ഫ്രെയിമും നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ വിൻഡോ, ഒരു കുഞ്ഞ് വിൻഡോ, റൗണ്ട് വിൻഡോ വരച്ചു കൊടുത്തില്ലേ, അതിനൊരു ഫ്രെയിം ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെ ഒട്ടിച്ചെടുക്കണിടയിൽ എൻ്റെ ചെറുത് വന്നിട്ടുണ്ട്. ഓൾക്ക് ഇത് ഒട്ടിക്കണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ ഒട്ടിച്ചോ. എൻ്റെ ഇടയ്ക്ക് ഓൾ ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയുടെ ഇടയ്ക്കൊക്കെ അങ്ങനെ കൈയൊക്കെ ആക്കിയിട്ട് എനിവേസ് അത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ വിൻഡോൻ്റെ കൂടി ഒട്ടിക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വിൻഡോക്കും പാർട്ടീഷനായിട്ട് നമ്മളിങ്ങനെ ഫ്രെയിം കൊടുക്കുമല്ലോ, പാനൽസ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ നമുക്കത് കൊടുക്കാം. ഞാൻ വിൻഡോക്ക് ഒരു ക്രോസും മറ്റേ ഡോറിന് 2 പാർട്ടീഷൻസോ വാട്ടവർ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെ ആവാം. ഇനി ഞാൻ താഴത്ത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഫോർ രസം, അത്രേ ഉള്ളൂ. ഇനി പെയിൻറ്റ് ചെയ്യാം. ഞാൻ ബ്രൗണും ബേൺ ഡിസൈന് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞില്ലേ, ഒരു ഫെയറി ഹൗസിൻ്റെ ആ തീമിലാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ക്രീപ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഈ ബോട്ടിൽ തന്നെ, കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പ്ലാന്റ്സ് പോണത്. അടുത്തത് നമുക്ക് ബോട്ടിലെ ക്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഓപ്പണിങ്ങും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ജ്യൂസിൻ്റെ ബോട്ടിലായതുകൊണ്ട് പിന്നെ ക്യാപ്പ് നല്ല തിക്കായതുകൊണ്ട് എനിക്ക് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. തിന്നായിട്ടുള്ള കട്ടി വെയിറ്റൊന്നും ഇല്ലാത്ത ബോട്ടിലിൻ്റെ ക്യാപ്പാണെങ്കിൽ ഈസി ആവും. ഞാനങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ബോട്ടിൽ കവർ ചെയ്യാൻ നമുക്കൊരു റൗണ്ട് വെച്ചിട്ട് തന്നെ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഈ ടവറിൻ്റെ ഒക്കെ മേലെ ഉണ്ടാവുന്ന ആ ഒരു സംഭവം എന്തെങ്കിലും പറയാം, അതന്നെ ആ കോണ് പോലെ ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം നടുവിൽ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ക്യാപ്പ് അതിൻ്റെ താഴെ നമ്മൾ ഒട്ടിക്കുക ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ക്യാപ്പ് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലൊരു ഓപ്പണിങ് കൊടുക്കണ്ടേ, ഈ മണി ബാങ്ക് അല്ലേ, അപ്പോൾ നമ്മൾ പൈസ ഇടാനൊരു ഓപ്പണിങ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സൈഡിലായിട്ടൊരു ഓപ്പണിങ് കൊടുക്കാം ഈ പെൻ നൈഫ് വെച്ചിട്ട്. നമുക്കതും കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ആക്കിയിട്ട് മിനിക്ക് പണിയും കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കാം.
അങ്ങനെ നമ്മളതും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ ഞാൻ ബട്ടൺസ് ഇങ്ങനെ ചെറിയ ഉണ്ടായിരുന്ന ബട്ടൺസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ടാറ്റാ ബൈ.